ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വനം വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂരിൽ പ്രവർത്തിക്കുന്ന ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് കരാറടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ജൂനിയർ അസിസ്റ്റൻസ്, ഗാർഡനർ, ആനപ്പാപ്പൻ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ തത്തുല്യ ജോലിയിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും 500 kVയിൽ കുറയാത്ത ഹൈടെൻഷൻ നിലയത്തിലെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1-ന് 50 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 22,290 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ജൂനിയർ അസിസ്റ്റൻസ് അക്കൗണ്ട്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സ് വിഷയത്തിൽ ലഭിച്ചിട്ടുള്ള ബിരുദമോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. കൂടാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നും MS ഓഫീസിൽ ലഭിച്ചിട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 2025 ജനുവരി 1-ന് 36 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ അനുവദനീയമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 21,175 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഗാർഡനർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ഡിഗ്രി ഉണ്ടായിരിക്കുവാൻ പാടില്ല. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും ഗാർഡനർ ജോലിയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 2025 ജനുവരി 1-ന് 60 വയസ്സ് കവിയാൻ പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 18,390 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് മാഹോട്ട് ആനപ്പാപ്പൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ഡിഗ്രി ഉണ്ടായിരിക്കുവാൻ പാടില്ല. കൂടാതെ വനം വകുപ്പിലോ വനം വകുപ്പിൽ നിന്ന് ലഭിച്ച ഉടമസ്ഥ സർട്ടിഫിക്കറ്റുള്ള ആന ഉടമസ്ഥരുടെ കീഴിലോ ആനപ്പാപ്പൻ അല്ലെങ്കിൽ കാവടി എന്നീ ജോലികളിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. ശാരീരിക അളവുകൾ കുറഞ്ഞത് 163 സെൻറ്റിമീറ്റർ പൊക്കവും 81 സെൻറ്റിമീറ്റർ നെഞ്ചളവും, ശ്വാസം പിടിക്കുമ്പോൾ നെഞ്ചളവിൽ 5 സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പൊക്കത്തിൽ 5 സെൻറ്റിമീറ്ററും നെഞ്ചളവിൽ 2.5 സെൻറ്റിമീറ്ററും ഇളവ് അനുവദിക്കും. എന്നാൽ നെഞ്ചളവിലുള്ള 5 സെൻറ്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണം. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ചെവി കുറ്റമറ്റ കേൾവി ശക്തി ഉണ്ടായിരിക്കണം. കണ്ണുകൾ ദൂരക്കാഴ്ച 6/6 സ്നെല്ലിനും സമീപക്കാഴ്ച 0.5 സ്നെല്ലിനുമാണ് വേണ്ടത്. കളർ വിഷൻ നോർമൽ ആയിരിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകാൻ പാടില്ല. പേശികളും സന്ധികളും പക്ഷാഘാതം ഉണ്ടാകരുത്. സന്ധികൾ യഥേഷ്ടം ചലിപ്പിക്കുവാൻ കഴിയണം. നാഡീവ്യൂഹം പൂർണ്ണമായും കുറ്റമറ്റതാകണം. പകർച്ചവ്യാധി മുക്തമാകണം. കൂടാതെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ സർക്കാർ സർവീസിലെ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കണ്ണ് ഡോക്ടർ നൽകിയ കാഴ്ചശക്തി സർട്ടിഫിക്കറ്റും ജോലിയിൽ പ്രവേശിക്കുന്ന സമയം ഹാജരാക്കണം. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1-ന് 40 വയസ്സ് കഴിയരുത്. ഉയർന്ന പ്രായപരിധിയിൽ അനുവദനീയമായ ഇളവ് ലഭിക്കുന്നതാണ്. 4 ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 18,390 രൂപയാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും എല്ലാ യോഗ്യതകളും ഉള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ഇവരിൽ നിന്നും അഭിമുഖത്തിൻ്റെയും പ്രാക്ടിക്കൽ ടെസ്റ്റ് ആവശ്യമുള്ള തസ്തികകളിൽ അതിൻ്റെയും അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്നുമാണ് നിയമനം നടത്തുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ, കാഴ്ചശക്തി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ആവശ്യമായ തസ്തികകളിൽ മേൽ സർട്ടിഫിക്കറ്റുകൾ നിയമന സമയത്ത് മാത്രം ഹാജരാക്കിയാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അപേക്ഷ പൂരിപ്പിച്ച് നിങ്ങളുടെ ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കവറിലിട്ട് അപേക്ഷകൾ നേരിട്ടും അല്ലെങ്കിൽ errc.kotur@gmail.com എന്ന ഇമെയിലും സ്വീകരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ അസൽ അഭിമുഖ സമയത്ത് ഹാജരാക്കണം.
കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, അഗസ്ത്യമനം ബയോളജിക്കൽ പാർക്ക്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട് PO, തിരുവനന്തപുരം 695-014 കേരള. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 14/2/2025 വൈകുന്നേരം 5 മണി വരെയാണ്. താമസിച്ച് ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.